ഇനി ഒരു ഹെൽത്തി റെസിപ്പി ആയാലോ. അതിനായിട്ട് സാബുനരി 5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേവിച്ചെടുക്കുക. അങ്ങനെ അത് വെന്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഇതാ ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ കടായിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുപഴം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ് ആപ്പിൾ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുക്കുക. ആദ്യം അത് നല്ലതുപോലെ ഒന്ന് കുറുകിയെടുക്കുക. അങ്ങനെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ്, ഏലക്ക പൊടിച്ചത്, കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടി വറുത്തത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഹെൽത്തി പായസം റെഡി ആയിട്ടോ.